ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വീണ്ടും ഞങ്ങളുടെ ഒരു ദിവസമാണ്. ഇന്നത്തെ ഒരു ദിവസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ്റെ ലാസ്റ്റ് എക്സാമാണ് ഇന്ന്. അപ്പോൾ ഇതൊരു 2 ദിവസം മുന്നേ ഞാൻ ഷൂട്ട് ചെയ്തതാണേ. അപ്പോൾ ഇന്നാണിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു, മുഖമൊക്കെ ഒന്ന് കഴുകി എന്നതിന് ശേഷമാണ് ഞാൻ പിന്നെയാണ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോവും, അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് നോക്കിയിരുന്നു. എന്നതിന് ശേഷം മാത്രമേ ബ്രഷൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ മുഖമൊക്കെ ഒന്ന് കഴുകി ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്നിട്ട് പുറമേ ഒക്കെ നോക്കും, ഗ്രൗണ്ടിൽ പശുക്കളുണ്ടോ. നല്ലൊരു രസമാണ് ആ ഒരു രാവിലത്തെ ആ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാനും ഒക്കെ. അപ്പോൾ അതുമാത്രമല്ല, നമുക്ക് രാവിലെ തന്നെ കർട്ടനൊക്കെ നീക്കുമ്പോഴത്തേക്കിന് അത്യാവശ്യം നല്ല വെളിച്ചം റൂമിലേക്ക് വരും. ലൈറ്റൊന്നും ഇടേണ്ട ആവശ്യം വരില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഒക്കെ നിൽക്കും. എന്നതിന് ശേഷം പോയി ബ്രഷൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കിച്ചണിലേക്ക് വരുന്നത്. ഞാൻ ഇന്ന് രാവിലെ ചായക്ക് വേണ്ടിയിട്ട് അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന ഉടനെ ഞാൻ നോക്കുകയാണ് അത് പൊങ്ങി വന്നിട്ടുണ്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. തണുപ്പ് കുറഞ്ഞെങ്കിലും രാത്രി ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഇന്നലെ ലേറ്റ് ആവുകയും ചെയ്ത്, ഉറങ്ങാനും ലേറ്റായിട്ടാണ് അരക്കുകയും ചെയ്തത്, ദോശയൊക്കെ അരച്ചത്. അപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം എന്താ പറയുക പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അരി അരച്ചത്. അപ്പോൾ എന്നതിന് ശേഷം പാലൊക്കെ എടുത്ത് വെച്ചു, ചൂടാക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പാലെടുത്ത് വെച്ചു. ബാക്കി കറിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ എടുക്കുകയാണ് ഫ്രിഡ്ജിൽ നിന്ന്. അതൊക്കെ എടുത്തു. ഞാൻ വിചാരിച്ചു ദോശയും മസാല ദോശയാക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അതിന് കുഞ്ഞു ദോശ മതിയെന്ന് പറഞ്ഞ്, ചെറിയ ദോശ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ മസാല അത്ര ടേസ്റ്റ് ഉണ്ടാവും തോന്നില്ല. തിക്കായിട്ടുള്ള മസാലയും അല്ല, കുറച്ച് ഗ്രേവി ഉള്ളതും അല്ലാത്ത രീതിക്ക്, നല്ല ഗ്രേവി ഉള്ളതും അല്ലാത്ത രീതിക്ക് ഉള്ളൊരു മസാലക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അതായത് ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട്. ഞാൻ ഇതിലധികം മസാലയൊന്നും ഇടില്ല. മോന് ഭയങ്കര ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മസാല ഇടാണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇടും. എന്നതിന് ശേഷം ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയതിന് ശേഷം അതിലേക്ക് ഗരം മസാലയും കൂടി ഇട്ടിട്ട് മല്ലിയിലയും കൂടി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. വേറൊരു മസാല ഇതിലിടില്ല. പക്ഷേ അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ദോശ അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു. എന്നതിന് ശേഷം ദോശയും ഒക്കെ ചുട്ടെടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ദോശ ഇട്ടില്ലായിരുന്നു. കറീൻ്റെ ഒക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ പോയിട്ട് അവനെ വിളിക്കുകയാണ്. അത്യാവശ്യം രാത്രി തണുപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എണീക്കാൻ കുറച്ചൊരു മടിയാണ്. മാത്രമല്ല ഇന്നലെ രാത്രി നല്ല ലേറ്റായി ഉറങ്ങാനായിട്ട്. അപ്പോൾ എണീപ്പിച്ചു. കുറച്ച് നേരം എണീറ്റിരിക്കും. എന്നതിന് ശേഷം അവൻ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, എണീക്കാനും മടിയൊന്നുമില്ല. എന്നാലും ആ ഒരു ഉറക്ക് മതിയാവായിക ഉണ്ടാവുമല്ലോ, ലേറ്റായി ഉറങ്ങിയത് കാരണം. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വന്നിരുന്നു. ഇങ്ങനെ തള്ളിക്കൊടുക്കണം, എല്ലാ കാര്യത്തിനും തള്ളിക്കൊടുക്കണം. ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കണം, റഹാൻ ചെയ്യ്, അത് ചെയ്യ്, ഇത് ചെയ്യ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ ലാസ്റ്റ് എക്സാം അല്ലേ അതിൻ്റെയൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അവനാ ഉറക്ക ചടുവ തന്നെയായിരുന്നത്. അപ്പോൾ എന്നതിന് ശേഷം അവൻ തന്നെ പോയി ബ്രഷൊക്കെ ചെയ്ത് എല്ലാം പിന്നെ പെട്ടെന്ന് ചെയ്തോളൂ. അത് കഴിഞ്ഞ് ഞാൻ ദോശയൊക്കെ ചുട്ടു. ഇതിലാകുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്, ചെറുതായിട്ടുള്ള ദോശ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ഞങ്ങൾക്ക് മേലെയുള്ള ആൾക്കാർ അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നെയ്യ് തന്നിട്ടുണ്ടായിരുന്നു, നല്ല നാടൻ നെയ്യ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തൂക്കിയിട്ടാണ് ദോശ ഇടുന്നത്. അപ്പോൾ ദോശയൊക്കെ ചുട്ടു. അപ്പോഴത്തേക്ക് അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിയും കൂടെ റെഡിയാക്കി.
ഇന്നിപ്പോൾ അവന് എക്സാം ആയത് കാരണം ലഞ്ചൊന്നും കൊണ്ടുപോകണ്ട. അപ്പോൾ ഫ്രൂട്ട് ബ്രേക്കിന് ഞാൻ വാട്ടർ മെലണായിരുന്നു കൊടുത്തത്. അപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം അവൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ഇടുന്ന സമയത്ത് തന്നെ ഞാൻ ദോശയും വാരിക്കൊടുത്തില്ലെങ്കിൽ കുറേ ടൈം എടുക്കും. അവൻ തന്നെ കഴിച്ചോളും, പക്ഷേ എന്നാലും കുറേ ടൈം എടുക്കും. അപ്പോൾ പിന്നെ കുറച്ച് ഇന്ന് ലേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു, യൂണിഫോം ഇടുന്നതും രാവിലെ കഴിക്കുന്നതും ചായ കുടിക്കുന്നതും ഒക്കെ. ഇത് അവരുടെ സ്പോർട്സ് യൂണിഫോമാണ്. ഓരോ ദിവസം ഇടവിട്ടിട്ടാണ് ഇവർക്ക് ഓരോ യൂണിഫോം. ആ സമയത്ത് തന്നെയായിരുന്നു ഞങ്ങൾ വേസ്റ്റ് എടുക്കാൻ വരുന്നത്. 2 ആൾക്കാർ വരും, രാവിലെ ഇതേപോലെ തള്ളി വരും. രണ്ടാമത് കുറേ കഴിയുമ്പോൾ ഇത് രാവിലെ തന്നെ വരും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വേറെ വണ്ടിയിൽ വരും ആൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേസ്റ്റൊന്നും എവിടെയും കൊണ്ടുപോയി ഇടേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് അവൻ്റെ ബസ്സും വന്നു. അവനെ അങ്ങോട്ടേക്ക് കൊണ്ടുവിട്ട് കൊടുത്ത് പെട്ടെന്ന് ഇന്ന് ഉച്ചവരെയൊന്നും ഉണ്ടാവില്ല, ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചെത്തും. ലാസ്റ്റ് എക്സാം മാത്രമല്ല, ലാസ്റ്റ് ഡേ ആണ് അവൻ്റെ സ്കൂളിലത്തെ ഇന്ന്. അങ്ങനെ അതും കഴിഞ്ഞ് വന്നു. എന്നതിന് ശേഷം അവൻ പോയതിന് ശേഷം ഞാൻ കുറച്ച് ദോശയും കറിയൊക്കെ ഞങ്ങളെ മുകളിലത്തെ ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുത്തു. അവർ മഹാരാഷ്ട്രക്കാരാണ്. അപ്പോൾ അവരെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് തരും. ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് കൊടുക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തു വന്നു. അപ്പോഴേക്കും മോൻ എണീറ്റു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബായ്.